ക്രിസ്തുമസ് എല്ലാ വർഷവും ഡിസംബർ 25-ന് ആഘോഷിക്കുന്നു. ഈ ഉത്സവം യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനമായി ആഘോഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ക്രിസ്ത്യാനികൾക്കിടയിൽ ഏറ്റവും ആഹ്ലാദകരമായ ഒരു ചടങ്ങാണ്. ഈ ഉത്സവം പ്രധാനമായും ക്രിസ്തു മതത്തിൻ്റെ അനുയായികളാണ് ആഘോഷിക്കുന്നതെങ്കിലും ലോകമെമ്പാടുമുള്ള ഏറ്റവും ആസ്വദിച്ച ഉത്സവങ്ങളിലൊന്നാണിത്. ക്രിസ്മസ് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകപ്പെടുത്തുന്നു. ഏത് മതത്തിൽപ്പെട്ടവരായാലും എല്ലാവരും വളരെ ഉത്സാഹത്തോടെയും ആഘോഷിക്കുന്നു. ക്രിസ്മസ് സംസ്കാരവും പാരമ്പര്യവും നിറഞ്ഞ ഒരു ഉത്സവമാണ്. ഉത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങൾ ആവശ്യമാണ്. മിക്ക ആളുകളുടെയും ക്രിസ്മസിനുള്ള ഒരുക്കങ്ങൾ നേരത്തെ തുടങ്ങും. ക്രിസ്മസിനായുള്ള തയ്യാറെടുപ്പുകളിൽ അലങ്കാരങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, കുടുംബങ്ങൾക്കുള്ള സുഹൃത്തുക്കൾക്കുമുള്ള സമ്മാനങ്ങൾ എന്നിവ വാങ്ങുന്നതുൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുന്നു. ക്രിസ്മസ് ദിനത്തിൽ ആളുകൾ സാധാരണമായി വെള്ളയോ ചുവപ്പോ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു. ഒരു ക്രിസ്മസ് ട്രീ അലങ്കരിച്ചുകൊണ്ടാണ് ആഘോഷം ആരംഭിക്കുന്നത്. ക്രിസ്മസ് ട്രീ അലങ്കാരവും ലൈറ്റിങ്സും ക്രിസ്മസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ആളുകൾ ലൈറ്റുകൾ, കൃത്രിമ നക്ഷത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, മണികൾ, പൂക്കൾ, സമ്മാനങ്ങൾ മുതലായവ കൊണ്ട് അലങ്കരിക്കുന്നു. ഒരു കൃത്രിമ അല്ലെങ്കിൽ യഥാർത്ഥ പൈൻ മരമാണ് ക്രിസ്മസ് ട്രീ. ആളുകൾ അവരുടെ പ്രിയപ്പെട്ടവർക്കുള്ള സമ്മാനങ്ങൾ മറക്കുന്നു. പരമ്പരാഗതമായി സമ്മാനങ്ങൾ മരത്തിൻ്റെ ചുവട്ടിൽ സോക്സിൽ മറച്ചിരിക്കുന്നു. സാന്താക്ലോസ് എന്നു പേരുള്ള ഒരു വിശുദ്ധൻ ക്രിസ്മസ് രാത്രിയിൽ വന്ന് നല്ല പെരുമാറ്റമുള്ള കുട്ടികൾക്ക് സമ്മാനങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നു എന്നതാണ് പഴയ വിശ്വാസമാണ്. ഈ സാങ്കല്പിക രൂപം എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരുന്നു. സമ്മാനങ്ങളും മികച്ച ക്രിസ്മസ് ട്രീറ്റുകളും ലഭിക്കുന്നതിനാൽ കൊച്ചുകുട്ടികൾ ക്രിസ്മസിന് പ്രത്യേകം ആവശ്യപരിധിയാകുന്നു. ചോക്ലേറ്റുകൾ, കേക്കുകൾ, കുക്കികൾ മുതലായവയാണ് ട്രീറ്റുകൾ. ഈ ദിവസം ആളുകൾ അവരുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടൊപ്പം പള്ളികൾ സന്ദർശിക്കുകയും യേശുക്രിസ്തുവിൻ്റെ വിഗ്രഹത്തിന് മുന്നിൽ മെഴുകുതിരികൾ കത്തിക്കുകയും ചെയ്യുന്നു. ദേവാലയങ്ങൾ ഫെയറി ലൈറ്റുകൾ, മെഴുകുതിരികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ആളുകൾ ആകർഷകമായ ക്രിസ്മസ് ക്രിബുകൾ സൃഷ്ടിക്കുകയും സമ്മാനങ്ങൾ, ലൈറ്റുകൾ മുതലായവ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യുന്നു. കുട്ടികൾ ക്രിസ്മസ് കരോളുകൾ പാടുന്നു. കൂടാതെ ശുഭദിനത്തിൻ്റെ ആഘോഷത്തെ അടയാളപ്പെടുത്തുന്ന വിവിധ സ്കിറ്റുകൾ അവതരിപ്പിക്കുന്നു. എല്ലാവരും പാടുന്ന പ്രശസ്തമായ ക്രിസ്മസ് ഗാനങ്ങളിലൊന്നാണ് ജിംഗിൾ ബെൽസ് ജിംഗിൾ ബെൽ ജിംഗിൾ ഓൺ ദ വേ. ഈ ദിവസം ആളുകൾ പരസ്പരം ക്രിസ്മസുമായി ബന്ധപ്പെട്ട കഥകളും പറയുന്നു. ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ഈ ദിവസമാണ് മനുഷ്യരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അവസാനിപ്പിക്കാനായി ഭൂമിയിലേക്ക് വന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ സന്ദർശനം നല്ല മനസ്സിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമാണ്. അത് ജ്ഞാനികളുടെയും ഇടയന്മാരുടെയും സന്ദർശനത്തിലൂടെ ചിത്രീകരിക്കപ്പെടുന്നു. ക്രിസ്മസ് തീർച്ചയായും സന്തോഷവും പങ്കിടുന്ന ഒരു മാന്ത്രിക ഉത്സവമാണ്. ഇക്കാരണത്താൽ മതപരമായ വിശ്വാസികൾക്ക് പുറമെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും സമ്മാനങ്ങൾ പങ്കിടുന്ന ഉത്സവമെന്നാണ് ഈ ഉത്സവം അറിയപ്പെടുന്നത്. കുട്ടികൾ സാന്തയിൽ നിന്ന് സമ്മാനങ്ങൾ സ്വീകരിക്കാൻ വർഷം മുഴുവൻ കാത്തിരിക്കുന്നു. പാതിരാ രാത്രിയിൽ എഴുന്നേറ്റ് സാന്തയിൽ നിന്ന് എന്താണ് ലഭിക്കാൻ പോകുന്നതെന്ന് അവർ ചോദിക്കാൻ തുടങ്ങുന്ന വിധം സമ്മാനങ്ങൾ സ്വീകരിക്കാനുള്ള ഭ്രാന്ത് വർദ്ധിക്കുന്നു. അവർ തങ്ങളുടെ ആഗ്രഹങ്ങൾ മാതാപിതാക്കളുമായി പങ്കിടുകയും അവരുടെ മാതാപിതാക്കൾ സാന്തയ്ക്ക് വേണ്ടി ആദ്യം നിറവേറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയകളും സജീവമാകാതിരുന്ന കാലത്ത് ക്രിസ്മസ് കാർഡുകൾ അയക്കുന്നത് പതിവായിരുന്നു. കാലം മാറിയതോടെ ആശംസകൾ അയക്കാൻ സമൂഹ മാധ്യമങ്ങളെ ആശ്രയിക്കുകയാണ് ഇന്ന് എല്ലാവരും. നിങ്ങൾക്കും കുടുംബത്തിനും ക്രിസ്മസ് ആശംസകളും പുതുവത്സരാശംസകളും സന്തോഷത്തിനൊപ്പം ആഹ്ലാദകരമായ ഒരു ക്രിസ്മസ് പുതുവത്സരം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി.